വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പഠനഭാഗത്തിലെ 1-ാം ചോദ്യം: ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ എന്തനുസരിച്ചാണ് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഭീഷ്ടം. ക്വസ്റ്റ്യൻ നമ്പർ 2. മനോവ ഭാര്യയോട് പറഞ്ഞു, ഡാഷ് കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 3. എഫ്രൈംകാർ യുദ്ധത്തിന് ഒരുങ്ങി എവിടേക്ക് ചെന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സഫോൺ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആ ദിവസം തന്നെ അവരിൽ 2 പേർ എവിടെ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജെറുസലേമിൽ. ക്വസ്റ്റ്യൻ നമ്പർ 5. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് എത്ര നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 10. ക്വസ്റ്റ്യൻ നമ്പർ 6. അവർ ബഥേലിൽ വന്നു. സായാഹ്നം വരെ ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ എന്ത് ചെയ്തു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കരഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 7. ആര് ഗാസായിലേക്ക് പോയി അവിടെ ഒരു സൈരണിയെ കണ്ടുമുട്ടി, അവളോടുകൂടി ശയിച്ചു? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 8. ആരുടെ കാലത്ത് 20 വർഷം സാംസൺ ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ എന്തിനെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി തിക്കിക്കോസിനെ അയച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഹൃദയങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ശിശുക്കളെ ആശീർവദിക്കുന്നു. വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ലൂക്ക 18-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ആരുടെ കൈകളിൽ ഏൽപ്പിച്ചു? ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫിലിസ്ത്യരുടെ. ക്വസ്റ്റ്യൻ നമ്പർ 12. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ ആരുടെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 13. അവരാകട്ടെ നിർബന്ധപൂർവം പറഞ്ഞു, ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും ഡാഷ് പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു, പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ യൂദായിലെങ്ങും. ക്വസ്റ്റ്യൻ നമ്പർ 14. ദൈവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവൻ നിമിത്തമാണ് അവർ എന്തനുഭവിക്കുന്നത്? പ്രഭാഷകൻ 40 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി നിന്ദ. ക്വസ്റ്റ്യൻ നമ്പർ 15. ആരുടെ അനുഗ്രഹങ്ങളെ പ്രതിയാണ് ജനങ്ങൾ ദാവീദിനെ സ്തുതിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 16. ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രത്തിലെ നേതാക്കന്മാരും ദൈവജനത്തിന്റെ സഭയിൽ ഡാഷ് ന്യായാധിപന്മാർ 20 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഹാജരായി. ക്വസ്റ്റ്യൻ നമ്പർ 17. ഫിലിസ്ത്യർ ചെന്ന് അവളെയും ആരെയും അഗ്നിക്കിരയാക്കി. ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ പിതാവിനെയും. ക്വസ്റ്റ്യൻ നമ്പർ 18. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സത്പ്രവർത്തികൾക്കായി. ക്വസ്റ്റ്യൻ നമ്പർ 19. മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശുശ്രൂഷ. ക്വസ്റ്റ്യൻ നമ്പർ 20. യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേവാലയത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 21. 1100 വെള്ളി നാണയങ്ങൾ നഷ്ടപ്പെട്ടതിനെ പറ്റി നീ ശാപം ഉച്ചരിക്കുകയും എന്നോട് രഹസ്യമായി പറയുകയും ചെയ്തിരുന്നല്ലോ. ഇത് ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ മിക്ക തൻ്റെ അമ്മയോട്. ക്വസ്റ്റ്യൻ നമ്പർ 22. ആരുടെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഇസ്രായേലിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എന്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മഹത്വത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 24. യേശു അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി. കൈകൾ ഉയർത്തി അവരെ എന്ത് ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ അനുഗ്രഹിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേര് ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദാനിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 26. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. തോബ് എന്ന സ്ഥലത്ത് ചെന്ന് ഡാഷ് ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ താമസിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 27. ശ്രീകോവിലിന് പുറത്തു വരുന്ന ശിമയോനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര ഡാഷ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മഹത്വപൂർണനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ദൈവ തിരുമനസ്സിനാൽ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ ആര്
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫേസോസിൽ ഉള്ള വിശുദ്ധർക്ക് ഈ ലേഖനം എഴുതുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പൗലോസ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ഫിലിസ്ത്യരുടെ കാലത്ത് 20 വർഷം ആര് ഇസ്രായേലിൽ ന്യായാധിപന്മാരായിരുന്നു? ന്യായാധിപന്മാർ 15 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 30. അവൻ പാനപാത്രം എടുത്തു, കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിനു ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ ഡാഷ് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പങ്കുവയ്ക്കുവിൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്കൊരു പിതാവും പുരോഹിതരും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും ഡാഷ് വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10. ക്വസ്റ്റ്യൻ നമ്പർ 32. പൂർവ്വപിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 33. അത്യുന്നതന്റെ നിയമം, അവിടുത്തെ ഉടമ്പടി അപരാധനെ എന്ത് വിധിക്കുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കുറ്റം. ക്വസ്റ്റ്യൻ നമ്പർ 34. ഭൂതവും ഡാഷ് അവിടുന്ന് പ്രഖ്യാപിക്കുന്നു, നിഗൂഢ രഹസ്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. പ്രവാചകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഭാവിയും. ക്വസ്റ്റ്യൻ നമ്പർ 35. എങ്ങനെ വിജയം വരിച്ചവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ടാണ് ജനങ്ങൾ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 10,000 മേൽ. ക്വസ്റ്റ്യൻ നമ്പർ 36. കുഞ്ഞുങ്ങളെ എന്ത് പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഉപദേശങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 37. പ്രധാന പുരോഹിതൻ ശിമയോന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഓനിയാസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. കുറെ നാൾ കഴിഞ്ഞു സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് എന്തുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു? ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഒരാട്ടിൻകുട്ടിയുമായി. ക്വസ്റ്റ്യൻ നമ്പർ 39. സാംസൺ പോയി എത്ര കുറുനരികളെ പിടിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 300. ക്വസ്റ്റ്യൻ നമ്പർ 40. ദൈവം ലോഹിയിലുള്ള പൊള്ളയായ ഒരു സ്ഥലം തുറന്നു, അതിൽ നിന്ന് ജലം പുറപ്പെട്ടു. അവൻ വെള്ളം കുടിച്ചു ഊർജ്ജസ്വലനായി, അതുകൊണ്ട് അതിന് എൻഹക്കോർ എന്ന് ഡാഷ് കിട്ടി. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പേര്. ക്വസ്റ്റ്യൻ നമ്പർ 41. മിക്ക ആരെ പുരോഹിതനായി അവരോധിച്ചു? അങ്ങനെ ആ യുവാവ് മിക്കായുടെ ഭവനത്തിൽ പുരോഹിതനായി താമസമാക്കി. ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യനെ. ക്വസ്റ്റ്യൻ നമ്പർ 42. 600 പേർ എവിടെ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരുഭൂമിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 43. എന്തിൻ്റെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ?
ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, രക്ഷയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 44. അക്കാലത്ത് ഇസ്രായേലിൽ ആരില്ലായിരുന്നു? ദാൻ ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്. ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, രാജാവ്. ക്വസ്റ്റ്യൻ നമ്പർ 45. എഫ്രായിംകാരോട് എതിർത്ത് ഗിലെയാദുകാർ ഡാഷ് കടവുകൾ പിടിച്ചെടുത്തു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജോർദാന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 46. സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41:18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അനീതി. ക്വസ്റ്റ്യൻ നമ്പർ 47. മിസ്പായിൽ കർത്താവിന് മുൻപാകെ വരാത്തവനെ എന്ത് ചെയ്യണമെന്ന് അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിരുന്നു? ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, കൊന്നുകളയണമെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 48. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ ഏത് ഭാഗത്ത് ഇരിക്കുക? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വലത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 49. അത്യുന്നതന്റെ എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹിതം. ക്വസ്റ്റ്യൻ നമ്പർ 50. വിജാതീയരായ നിങ്ങൾക്ക് വേണ്ടി ആരെ പ്രതി തടവുകാരനായി തീർന്നിരിക്കുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, യേശുക്രിസ്തുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 51. ജെഫ്തായുടെ മകൾ പർവ്വതങ്ങളിൽ ആരോടൊപ്പം താമസിച്ച് തന്റെ കന്യകാത്വത്തെ പറ്റി വിലപിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഖിമാരോടൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 52. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ എന്ത് ചെയ്യണം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വാളിനിരയാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 53. പുരോഹിതന്മാരും നിയമജ്ഞരും അവനെ എങ്ങനെ വധിക്കാമെന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവർ ആരെ ഭയപ്പെട്ടു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 54. യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ആരെയാണ് കർത്താവ് ഉയർത്തിയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മോശ. ക്വസ്റ്റ്യൻ നമ്പർ 55. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊല്ലാൻ സാംസണ് എങ്ങനെ കഴിഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നതുകൊണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 56. മൂന്നാമത്തേത് ജനതയെയല്ല എന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എവിടെ വസിക്കുന്നവരെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സെയർ മലയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 57. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം എത്ര സ്ഥാദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 60. ക്വസ്റ്റ്യൻ നമ്പർ 58. പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ ഡാഷ് നോക്കുന്നതിലും പ്രഭാഷകൻ 41 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, അഭിലാഷപൂർവം. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത്
എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ഡാഷ് യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ലേവ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 60. ഡാഷ് പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു പിതാവും പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 61. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും എന്താകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവവചനം. ക്വസ്റ്റ്യൻ നമ്പർ 62. തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ ഡാഷ് ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുച്ഛിക്കുകയും. ക്വസ്റ്റ്യൻ നമ്പർ 63. അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ എന്തിൻ്റെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, കഴുതക്കുട്ടിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 64. മിക്ക പറഞ്ഞു, എന്നോടുകൂടി താമസിക്കുക, നീ എനിക്ക് ഒരു ഡാഷ് പുരോഹിതനും ആയിരിക്കുക. ഞാൻ നിനക്ക് വർഷം തോറും 10 വെള്ളി നാണയവും വസ്ത്രവും ഭക്ഷണവും നൽകിക്കൊള്ളാം. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിതാവും. ക്വസ്റ്റ്യൻ നമ്പർ 65. എന്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് പറയുന്നത്. ഈ വസ്ത്രത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. പൂർവ്വപിതാക്കന്മാരുടെ അവകാശം ആരിൽ നിലനിൽക്കുമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മക്കളുടെ മക്കളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 67. തങ്ങളുടെ ഏതു ഗോത്രമായ ബെഞ്ചമിനോട് ഇസ്രായേലിന് അനുകമ്പ തോന്നി. ന്യായാധിപന്മാർ 21 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സഹോദര. ക്വസ്റ്റ്യൻ നമ്പർ 68. ചുഴലിക്കാറ്റ് ആരെയാണ് വലയം ചെയ്തത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഏലിയ. ക്വസ്റ്റ്യൻ നമ്പർ 69. സംപൂജ്യരായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുത്രന്മാരിലൂടെ. ക്വസ്റ്റ്യൻ നമ്പർ 70. ആർക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ലജ്ജിക്കേണ്ട എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുട്ടികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 71. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ ആര് നിത്യനിന്ദയ്ക്ക് പാത്രമാകും. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പിൻതലമുറ. ക്വസ്റ്റ്യൻ നമ്പർ 72. ആര് വന്നു പറഞ്ഞു, യജമാനനെ നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഒന്നാമൻ. ക്വസ്റ്റ്യൻ നമ്പർ 73. വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ എന്ത് ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഇ വിജ്ഞാനം. ക്വസ്റ്റ്യൻ നമ്പർ 74. അവിടുത്തെ എന്ത് പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ മഹത്വം. ക്വസ്റ്റ്യൻ നമ്പർ 75. എലയാസറിന്റെ പുത്രനായ ഫിനെഹാസിന്റെ മഹത്വത്തിന്റെ എത്രാം സ്ഥാനമാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ 3-ാം സ്ഥാനം. ക്വസ്റ്റ്യൻ നമ്പർ 76. എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭഗ്നാശരാകാതെ. ക്വസ്റ്റ്യൻ നമ്പർ 77. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും, അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് എന്താകും? പ്രവാചകൻ 41-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പാത്രമാകും. ക്വസ്റ്റ്യൻ നമ്പർ 78. ഏത് ഇറക്കത്തിൽ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബത്ത്ഹോറോൺ. ക്വസ്റ്റ്യൻ നമ്പർ 79. ആർക്കു വേണ്ടിയുള്ള കൽപ്പനകളാണ് കർത്താവ് മോശയെ ഏൽപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ തന്റെ ജനത്തിനു വേണ്ടിയുള്ള. ക്വസ്റ്റ്യൻ നമ്പർ 80. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാദാനും ആരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി പുത്രന്മാരും. ക്വസ്റ്റ്യൻ നമ്പർ 81. ജോഷുവ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ കർത്താവിന്. ക്വസ്റ്റ്യൻ നമ്പർ 82. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 83. ഏത് മലനാട്ടിൽ മിക്ക എന്നൊരാൾ ഉണ്ടായിരുന്നു? അവൻ അമ്മയോട് പറഞ്ഞു, ന്യായാധിപന്മാർ 17-ൽ നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ സി എഫ്രായിം. ക്വസ്റ്റ്യൻ നമ്പർ 84. ലേവ്യനും കൂടെയുള്ളവനും യാത്ര ചെയ്ത് ഏതു ഗോത്രക്കാരുടെ പട്ടണമായ ഗിബെയായിൽ എത്തിയപ്പോഴാണ് സൂര്യൻ അസ്തമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 85. എത്ര ദിവസമായിട്ടും കടംകഥയുടെ പൊരുൾ അവർക്കും പിടികിട്ടാഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ 3. ക്വസ്റ്റ്യൻ നമ്പർ 86. വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അപ്പോൾ വൃദ്ധൻ എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 87. ലേവി ഗോത്രജ്ഞൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അഹറോൻ. ക്വസ്റ്റ്യൻ നമ്പർ 88. എത്ര പേർ മരുഭൂമിയിൽ റിമോൺ പാറയിലേക്ക് ഓടി രക്ഷപ്പെട്ടു? ന്യായാധിപന്മാർ 20-ൽ പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ 600. ക്വസ്റ്റ്യൻ നമ്പർ 89. ദാൻ ഗോത്രക്കാർ സോറായിൽ നിന്നും എസ്താവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ എത്ര പേര്
ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 5 പേര്. ക്വസ്റ്റ്യൻ നമ്പർ 90. ദൈവം ആര് വഴിയാണ് നിങ്ങളോട് ക്ഷമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ക്രിസ്തു വഴി. ക്വസ്റ്റ്യൻ നമ്പർ 91. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് എന്ത് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഒരു ഉപമ. ക്വസ്റ്റ്യൻ നമ്പർ 92. ന്യായാധിപന്റെയോ വിധിയാളിന്റെയോ മുൻപിൽ തെറ്റ് ചെയ്യുക, ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ എന്ത് പ്രവർത്തിക്കുക? പ്രഭാഷകൻ 41:18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അനീതി. ക്വസ്റ്റ്യൻ നമ്പർ 93. ദുർമോഹത്തോടെ നോക്കുന്നതിലും ലജ്ജിക്കണം. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ അന്യന്റെ ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 94. ഈ മനുഷ്യൻ തീർച്ചയായും ആരായിരുന്നുവെന്നാണ് ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നീതിമാൻ. ക്വസ്റ്റ്യൻ നമ്പർ 95. നമ്മുടെ ഡാഷ് നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവായ ദൈവത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 96. ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ആരാണ് സഹോദരന്മാർക്ക് നേതാവും ആയിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ശിമയോൻ. ക്വസ്റ്റ്യൻ നമ്പർ 97. സാംസന്റെ പിതാവ് ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി മനോവ. ക്വസ്റ്റ്യൻ നമ്പർ 98. ഇസ്രായേൽ തിരിച്ചു വന്ന് ഏത് ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ചു? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ബെഞ്ചമിൻ. ക്വസ്റ്റ്യൻ നമ്പർ 99. ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ഡാഷ് ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ ബേത്ലഹേം കാരിയെ. ക്വസ്റ്റ്യൻ നമ്പർ 100. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാൾ ഉണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ധനികനുമായിരുന്നു. അസുലഭമായ സന്ദർഭം. നന്ദി. വചനവായൽ ആപ്പിലേക്ക് സ്വാഗതം.